ഹലോ ഗൈസ്, വ്യത്യസ്തമായിട്ടുള്ളൊരു ഓംലേറ്റ് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കിയാലോ. സത്യം പറയല്ലോ, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിന് വേണ്ടി നമുക്ക് ആവശ്യം ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ, പിന്നെ കരുവേപ്പിൻ്റെ ഇല ചെറുതാക്കി മുറിച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി മുറിച്ചത്, പിന്നെ കുറച്ച് ചുവന്ന മുളകും ഇതേപോലെ പൊട്ടിച്ച് വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ചുവന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. ഇതിൻ്റെ ഓൺ റെസിപ്പി അല്ല, ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മളൊരു ചട്ടി ഇതേപോലെ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കലക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നമ്മൾ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കുന്ന അതേപോലെ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് എടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ അതേപോലെ ഇടയ്ക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇനി അവരുടെ റിവ്യൂ ഒന്ന് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് പറയ്, കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറ പെണ്ണെ. തമാശ കളിക്കാൻ നിൽക്കണ്ട, ഞാൻ അടുപ്പ് എത്തിച്ചിട്ടാ വന്നാണ്. വേം പറ. നന്നായിട്ടോ? ചുവന്ന മുളകല്ലേ? അത് ചോറ് കൂട്ടിയിട്ട് കഴിക്കുക, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ എരിവും ചെറുതാക്കിയിട്ട് ആക്കണമായിരുന്നു. ആ ഉച്ചയ്ക്കും ഉണ്ടായി. ആ എങ്ങനെയുണ്ട്? ഉപ്പ് കൂടിയോ? ഉപ്പ് കൂടിയോ? അല്ല, കുഞ്ഞിടയിൽ ലേശം ഉപ്പ് കൂടി ഉണ്ടാവും ചിലപ്പോൾ അല്ലേ? ഞാൻ പറയട്ടെ, ഈ പച്ചമുളകും ചുവന്നമുളകൊക്കെ കുറച്ചും കൂടി ചെറുതാക്കി. ആ ചോപ്പറിൽ. അതെ അല്ലേ, എരിവുണ്ട്. ആ ചോറ് കൂട്ടി ഒരു വ്യത്യസ്തത ഉണ്ട്. ആ ഓക്കെ.